കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. നമ്മളൊരു പ്രത്യേക പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃപാസന മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇടപെടൽ നടത്തും. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾക്കൊക്കെ പോകുമ്പോഴേ കൃപാസന മാതാവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന മുഴുവനായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കെടുക്കുമ്പോഴാണ് നിങ്ങൾ മാതാവിന് ഒരു വില കൽപ്പിക്കുന്നുണ്ടെന്നും മാതാവിന് വേണ്ടി ഓരോ ദിവസം നിങ്ങൾ ഇത്ര സമയം വെച്ച് മാറ്റി വെക്കുന്നുണ്ട് എന്നുള്ളതും മാതാവിന് മനസ്സിലാകുക. അല്ലാണ്ട് ഒരു ആവശ്യം വരുമ്പോൾ മാത്രം കൃപാസന മാതാവിലേക്ക് നിങ്ങൾ ഓടി വരികയും അമ്മേ മാതാവേ എനിക്കത് നടത്തിത്തരണം ഇത് നടത്തിത്തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തി കിട്ടത്തില്ല. മനസ്സിലായോ? അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ പങ്കെടുക്കുക. അതുപോലെ തന്നെ കൃപാസന മാതാവിനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ചാനലിലുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം തീർച്ചയായിട്ടും കൃപാസന മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടൽ നടത്തും. അല്ലാതെ ഒരു ആവശ്യം വരുമ്പോൾ മാത്രം ഓടി ചെല്ലുക, അങ്ങനെ ഓടി ചെന്നിട്ട് പിന്നെ എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും കൃപാസന മാതാവിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ഈ മാതാവിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശങ്ങൾ, അതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കൃപാസന മാതാവിൽ നിന്ന് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പങ്കെടുക്കുക. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ആവശ്യങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് മാതാവിൻ്റെ മുന്നിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നതിന് കാരണമായി തീരുന്ന കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും ഈ ചാനൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് നിങ്ങൾ തീഷ്ണത കാണിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ ആവശ്യാനുസൃതം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ആവശ്യം ഇതാണെന്നുള്ളത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും 10 മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കണം. ഒരു ദിവസം 10 മിനിറ്റെല്ലാം മാറ്റി വെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതുപോലെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഭക്തിയോടുകൂടി തന്നെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. അപ്പോൾ ഈ പ്രാർത്ഥനകൾ മുഴുവനായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, രോഗിയായിട്ട് കുറേ ചികിത്സിച്ചു ഒരു രീതിയിലുള്ള രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്നില്ല, ഒരുപാട് പൈസ മുടക്കി പക്ഷേ ഒരു രീതിയിലും രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മയുടെ മുന്നിലേക്ക് അവരെ ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ അസുഖത്തെ ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടുകളെ ഞാൻ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് തകർന്നു നിൽക്കുന്ന, ഒരു ഗതിയില്ലാതെ നിൽക്കുന്ന ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരെ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കടക്കെണിയാൽ ബുദ്ധിമുട്ടി നിൽക്കുന്നവരുണ്ട്, അവരെ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നവരുണ്ട്, അവരെ ഞാൻ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. എന്തെല്ലാം ബിസിനസ്സുകൾ തുടങ്ങി പക്ഷേ അതെല്ലാം പൊട്ടിപ്പോയി, അവരെ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. വീണ്ടും തയ്യാറായി വീണ്ടും ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്, അവരുടെ ആ ഒരു ട്രൈ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അവരെ അമ്മേ മാതാവേ കാത്തോളണമേ. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരെ അമ്മേ മാതാവ് അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ശത്രുക്കളെയെല്ലാം അമ്മയുടെ കരത്താൽ സർപ്പത്തെ എങ്ങനെയാണ് തകർത്തത്, അതുപോലെ അവരുടെ ആ ഒരു തിന്മ ഭാവിച്ചിട്ടുള്ള മനോഭാവം തകർത്തുര കളയണമേ. അങ്ങനെ അവരെ ശത്രുക്കളിൽ നിന്ന്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ശത്രുക്കളിൽ നിന്ന് അങ്ങ് വിടുവിക്കണമേ, അവരെ മാറ്റി നിർത്തണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, അങ്ങനെയുള്ളവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്, അവരെയും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എല്ലാ കിട്ടുകളും എല്ലാ പ്രശ്നങ്ങളും അമ്മയുടെ കരത്താൽ അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ. അവരെ എല്ലാവരെയും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ശത്രുക്കളെ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കൃപാസന മാതാവേ, അമ്മേ മാതാവേ, അത് അവരിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഏത് തരത്തിലുള്ള തോൽവികളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ കൃപാസന മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. ഏത് തരത്തിലുള്ള ശത്രുപരമായിട്ടുള്ള അക്രമം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ കൃപാസന മാതാവ് പ്രൊട്ടക്ഷനായിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, എല്ലാവരെയും അവരുടെ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സുഹൃത്തിനാണ് അങ്ങയുടെ നാം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. എടുത്തുകൊണ്ട് സുഹൃത്തിലെ പുൽപ്പം വരുവാണമേ.
അന്നു വേണ്ടി ആഹാരം നൽകണമേ. എടുത്തിട്ട് എന്നോട് ക്ഷണിക്കുന്നു പറയാൻ എടുത്തിട്ട് ഞാൻ ഭക്ഷണപ്രവന്തരത്തിലും മേധരക്ഷണമേ. നന്മ പറഞ്ഞാൽ സുസ്ഥിരത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ്. ദൈവത്തോർമായ ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധമുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് വീക്ഷണമേ. ദാനമുദ്രം വിസ്താരമാവന സ്തുതി അതിലെ പോലെ എപ്പോഴും നയിക്കാമേൻ. എല്ലാവരും ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൃപാസന മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം.